നമസ്കാരം, സിനി ഭാരതിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷത്തിൽ പ്രണവ് മോഹൻലാലിനെ കാത്തിരിക്കുകയാണ് ആരാധകർ. വിനീത് ശ്രീനിവാസൻ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. ഏപ്രിൽ 11-ന് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. പ്രേക്ഷകർക്ക് ഈ വിഷുക്കാലത്ത് പുതിയൊരു എക്സ്പീരിയൻസ് നൽകുന്ന ചിത്രമാണിതെന്നതിൽ സംശയമില്ല. വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ ചിത്രത്തിൽ അഭിനയിച്ച താരങ്ങളുടെ അഭിമുഖങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി കഴിഞ്ഞു. ഹൃദയം സിനിമയ്ക്ക് ശേഷം ഇതേ ടീം ഒന്നിക്കുമ്പോൾ പ്രണവും കല്യാണിയും തന്നെയാണ് ജോഡിയായി എത്തുന്നത്. ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തിനെയാണ് പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്നതെന്നാണ് സൂചന. വർഷങ്ങൾക്ക് ശേഷം കഥയിൽ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെന്ന് വിനീത് ശ്രീനിവാസൻ തന്നെ മുൻപ് പറഞ്ഞിരുന്നു. പ്രണവിന്റെ കഥാപാത്രത്തിലും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെന്നും വിനീത് പറഞ്ഞിരുന്നു. ഇത്തരം ചെറിയ ചെറിയ വെളിപ്പെടുത്തലുകളൊക്കെ ആരാധകർ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. പ്രണവിനെ ആയിരിക്കും വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ ഏറ്റവും കൂടുതൽ ഏറെ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രണവ് മോഹൻലാലിനും ധ്യാൻ ശ്രീനിവാസനുമൊപ്പം നിവിൻ പോളിയും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അജു വർഗീസ്, കല്യാണി പ്രിയദർശൻ, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, നീരജ് മാധവ്, നിത പിള്ള, അർജുൻ ലാൽ, അശ്വന്ത് ലാൽ, കലേഷ് രാംനാഥ്, ഷാൻ റഹ്മാൻ എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മെറിലാൻഡ് സിനിമാസ് ആണ് ചിത്രം ഇന്ത്യ ഒട്ടാകെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. റെക്കോർഡ് തുകയ്ക്കാണ് ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സും ഓവർസീസ് റൈറ്റ്സും വിറ്റുപോയത്. കല്യാൺ ജ്വല്ലേഴ്സ് ആണ് ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് പാർട്ണർ.